പ്രിയമുള്ള കലാസ്നേഹികളെ, സാഫല്യം കാരുണ്യവാനും സ്നേഹനിധിയുമായ ഈശോയെ, അങ്ങയുടെ സ്നേഹം അളവറ്റതാണ്. എളിയവനും ബലഹീനനുമായ എന്നെ അങ്ങയുടെ അജഗണത്തെ നയിക്കാൻ തക്കവിധം ഒരു ഉപകരണമാക്കിയ അങ്ങേയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പോയ കാലം അങ്ങെനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ജെയിംസ് കുട്ടി, സത്യം പറ, നീയല്ലേ ബീനയുടെ ബോക്സ് മോഷ്ടിച്ചത്? സാർ, അത് ടീച്ചർ വേണ്ട, ഇവന് വേണ്ടി ടീച്ചർ ഒരു വക്കാലത്തുമായിട്ട് വരണ്ട. ജെയിംസ് കുട്ടി പറയും സത്യം മാത്രം. സാർ, അത് നിന്റെ പൂങ്കണ്ടിയിലൊന്നും എനിക്ക് കാണണ്ട. ബീനെ, ഇത് നിന്റെ ബോക്സ് ആണോ? അതെ സാർ, ഇത് എന്റെ ബോക്സ് തന്നെയാ. ഇത് കണ്ടില്ലേ, എന്റെ പേര് എഴുതിയ സ്റ്റിക്കർ അതിൽ ഒട്ടിച്ചിരിക്കുന്നത്. ജെയിംസ് കുട്ടി പറ, ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? സാർ, അത് അന്നമോൾ എടുത്തു തന്നതാ. അന്നമോളോ? അത് നിന്റെ പെങ്ങളല്ലേ? അതെ സാർ. ആങ്ങളെയും പെങ്ങളും കൂടി മോഷ്ടിക്കാൻ ഇറങ്ങിയിരിക്കായിരുന്നോ? സാർ, പല പ്രാവശ്യം ക്ലാസ്സിൽ ബോക്സ് ഇല്ലാതെ വന്നപ്പോൾ ടീച്ചർമാർ എന്നെ വഴക്ക് പറയുന്നത് കണ്ട് അന്നമോൾക്ക് സങ്കടം വന്നതുകൊണ്ട് അവൾ എടുത്തു തന്നതാ. ഞങ്ങൾക്ക് ആരുമില്ല ഇതൊക്കെ വാങ്ങിയിട്ട്. വയ്യാത്ത അമ്മ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പറ്റാവുന്ന ദിവസങ്ങളിൽ അമ്മ പണിക്ക് പോയി കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. തൽക്കാലം ഞാൻ വിട്ടേക്കാം. ഇനി മേലെ ഇങ്ങനെ ആവർത്തിക്കരുത്. എന്നാ പിന്നെ ബോക്സ് പൊക്കോ. മോനെ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറയണമെന്ന്. നീ അറിയാതെ പല കൂട്ടുകെട്ടിലും വീണ് അവസാനം നീ തന്നെയല്ലേ എല്ലാത്തിനും കുറ്റക്കാരനാകുന്നത്. ടീച്ചർ, ഞാൻ തെറ്റിപ്പോയി ടീച്ചർ. അന്നമോൾ വിഷമിച്ച് എടുത്തു തന്നപ്പോൾ ഞാൻ വാങ്ങിപ്പോയതാ ടീച്ചറെ. ടീച്ചർ എന്നോട് ക്ഷമിക്കണം. സാരമില്ല മോനെ, നീ പോയി അന്നമോളെ കൂട്ടി വാ. എനിക്ക് നിന്റെ വീട്ടിലൊന്ന് വരണം, നിന്റെ അമ്മച്ചയെ ഒന്ന് കാണണം. അയ്യോ വേണ്ട ടീച്ചറെ, ടീച്ചർ വന്നാൽ. ഞാൻ വന്നാൽ എന്താ? എന്തായാലും നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ആ അന്നമോളെ, നീയും ചേട്ടായിയെ വീണ്ടും കുഴിയിൽ ചാടിക്കാൻ കൂട്ടുനിന്നോ? ടീച്ചർ, അത് ചേട്ടായി എന്നും കരഞ്ഞു വരുന്നത് കാണുമ്പോഴുള്ള വിഷമം കൊണ്ടെടുത്തതാ. അവൾക്ക് 2 ബോക്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഞാൻ കടം ചോദിച്ചിട്ട് അവൾ തന്നില്ല. അതുകൊണ്ട്. ഒരാൾ ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ അത് മോഷ്ടിക്കുകയാണോ ചെയ്യേണ്ടത്? ടീച്ചർ, ഞാൻ ചെയ്തത് തെറ്റാ. അത് സാരമില്ല, ഇനി ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത്. അമ്മച്ചിയോടൊന്നും പറയണ്ട. നിനക്ക് നാളെ ഞാൻ ബോക്സ് വാങ്ങി തന്നോളാം, കേട്ടോ? അമ്മേ. അയ്യോ ടീച്ചറോ? ഇരിക്കും ടീച്ചറേ. മോനെ, ബാഗ് കൊണ്ട് അകത്ത് പോയി വെച്ചിട്ട് ടീച്ചറിന് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോവാ. ത്രേസ്യാമ്മച്ചി, എനിക്കൊന്നും വേണ്ട. ഞാൻ ഒത്തിരി ദിവസമായി ഇവിടെ ഒന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നു. അന്നെ ഇത്തിരി കടിഞ്ചായ എടുത്തോ? കടിഞ്ചായ ഒന്നും വേണ്ട അമ്മച്ചി. ടീച്ചർ, ചായ. നീ ഇത്ര പെട്ടെന്ന് ചായ എടുത്തോ? ആ അമ്മച്ചി പറ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടീച്ചറെ, ഇപ്രാവശ്യം 10ാം ക്ലാസ്സിൽ എഴുതുകയാ. അവന്റെ പഠനമൊക്കെ എങ്ങനെയുണ്ട് ടീച്ചറെ? ജോസ് ചായൻ പോയതിൽ പിന്നെ എനിക്ക് സഹായം അവനേ ഉള്ളൂ. എനിക്ക് വയ്യാതായി കഴിഞ്ഞപ്പോൾ മുതൽ അവനും പറ്റുന്നതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. ജീവിതത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ ഞാൻ പെടാപ്പാട് പെടുകയാ ടീച്ചറെ. അമ്മച്ചി വിഷമിക്കുകയൊന്നും വേണ്ട. അമ്മച്ചിയുടെ ജെയിംസ് കുട്ടി കൂട്ടുകാരെല്ലാം പറയുന്നത് പോലെ അവൻ ചെയ്യുന്നത് കൊണ്ട് ക്ലാസ്സിൽ അവൻ എല്ലാവരുടെയും തല്ലുകൊള്ളിയാ. എല്ലാവരും പറയുന്നത് കേട്ട് എല്ലാവരെയും വിശ്വസിച്ച് അതുപോലെ അങ്ങ് ചെയ്യും. പക്ഷെ അവൻ ചെന്ന് തൊടുന്നതെല്ലാം പൊല്ലാപ്പില്ല. അമ്മച്ചി അതൊന്നും പേടിക്കണ്ട, ഞാൻ അവനെ നോക്കിക്കോളാം. ടീച്ചറെ, ജോസച്ചായൻ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ മക്കളെ ഒന്നും അറിയിക്കാതെ വളർത്തിക്കൊണ്ടു വന്നതാ. ജെയിംസ് കുട്ടി 2ൽ പഠിക്കുന്ന സമയത്ത് നല്ല മഴയത്ത് കോട്ടയത്തു നിന്ന് ലോഡുമായി കട്ടപ്പനയ്ക്ക് ലോറിയിൽ വന്നപ്പോൾ കുട്ടിക്കാനത്ത് വെച്ച് ലോറി മറിഞ്ഞു. എൻ്റെ ജോസച്ചായനെ ഗുരുതരമായ പരിക്കുകളോടെ ആരൊക്കെയോ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. മഴയാ.
ഞാൻ മുണ്ടക്കയം കഴിഞ്ഞു. ചുരം കയറിയാൽ റേഞ്ച് ഇല്ല, പിന്നെ വിളിക്കാം എന്ന് എന്നോട് പറഞ്ഞു ജോസ് ചായൻ. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ആരാണെന്ന് പോലും അറിയാതെ കോമ സ്റ്റേജിൽ കിടക്കുന്നു എന്റെ ജോസ് ചായൻ. അമ്മേ, ആവശ്യമില്ലാതെ കരയാതെ, ടീച്ചറിനെ കൂടി വിഷമിപ്പിക്കാനായിട്ട്. അമ്മച്ചി കരയാതെ. ഇല്ല ടീച്ചർ, ഞാൻ കരയില്ല. കരഞ്ഞെന്റെ കണ്ണീരെല്ലാം പറ്റി. പിന്നെ ഓർക്കുമ്പോൾ ഒരു വിഷമം. പിന്നെ അങ്ങോട്ട് പല ആശുപത്രികൾ. പിള്ളേരെ എൻ്റെ അമ്മയെ ഏൽപ്പിച്ച് ഞാൻ ജോസഫ് ചായനുമായി പല ഹോസ്പിറ്റലുകളിൽ. ഒരിടത്തും ദൈവം കനിഞ്ഞില്ല. അവസാനം 3 മാസത്തെ ആശുപത്രി വാസത്തിനൊടുവിൽ അച്ചായൻ ഞങ്ങളെയൊക്കെ ഇട്ടേച്ചു പോയി. എന്റെ കർത്താവ്. പിന്നെ ഓടി ഓടി ഞാൻ എൻ്റെ മക്കളെ ഇവിടം വരെ എത്തിച്ചു. പക്ഷെ എൻ്റെ ജീവിതം ഇനി. അമ്മേ, അമ്മേ. അമ്മച്ചി കരയാതെ, എല്ലാം ശരിയാവും. ദൈവം നമ്മളെ ഇങ്ങനെയൊക്കെ ഇതുവരെ നടത്തിയില്ലേ, ഇനിയും അവിടുന്ന് നമ്മളെ മുന്നോട്ട് നയിക്കും. ശരിയാ ടീച്ചറെ, ദൈവാനുഗ്രഹം കൊണ്ടാ ഞാൻ ഇത്രയും നാൾ പിടിച്ചു നിന്നത്. ഉണ്ടായിരുന്ന ലോറിയും വീടും സ്ഥലവും എല്ലാം വിറ്റു തീർന്നു. അതിനിടയിൽ എനിക്കും മരുന്നു. കീമോ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ 1 ആഴ്ച 2 ആഴ്ച കിടക്കും. പിന്നെ അടുത്തുള്ളവരുടെ പറമ്പിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പണിക്ക് പോകും. അങ്ങനെ അരി മേടിക്കാനുള്ള വക എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. പിന്നെ ജെയിംസ് കുട്ടി ശനിയാഴ്ചകളിലും ഞായറാഴ്ച വേദപാഠം കഴിഞ്ഞ് സ്റ്റോറിൽ വിറകിറാനും കായ് കഴുകാനും ഒക്കെ പോകും. അങ്ങനെ കിട്ടുന്നത് കൊണ്ട് ദൈവസഹായത്താൽ ജീവിച്ചു പോകുന്നു. അമ്മേ, മതി അമ്മയുടെ സങ്കടം പറച്ചില്. അമ്മച്ചി പറയട്ടടാ അമ്മച്ചിയുടെ സങ്കടം. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. ജോസ് ചായൻ ജെയിംസ് കുട്ടി ജനിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇവനെ വൈദികനാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഞാൻ മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് സാധിക്കണേ എന്ന് ഞാൻ മാതാവിനോട് എന്നും മധ്യസ്ഥം യാചിക്കുന്നുണ്ട്. എൻ്റെ മക്കളെ ഒരു വഴിക്ക് എത്തിക്കുന്നത് വരെ എൻ്റെ ജീവൻ പിടിച്ചു നിർത്തണമെന്ന പ്രാർത്ഥനയേ എനിക്കുള്ളൂ. അമ്മച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ജെയിംസ് കുട്ടി ഇനിയുള്ള ദിവസം പഠിക്കട്ടെ. പരീക്ഷ എടുക്കാറായി. അവൻ നന്നായി പരീക്ഷ എഴുതട്ടെ. എൻ്റെ കൂടെ പഠിച്ച ഒരു മെൽവിൻ അച്ഛനുണ്ട്. അച്ഛനോട് ഞാൻ ഇവനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എല്ലാ കാര്യവും നോക്കിക്കൊള്ളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മച്ചി പേടിക്കണ്ട. ജെയിംസ് കുട്ടിയെയും അന്നമ്മയും നന്നായി പഠിക്കണം കേട്ടോ. അമ്മച്ചിയുടെ വിഷമങ്ങൾ മാറ്റി അമ്മച്ചിയുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കണ്ടേ? ഈശോയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് നന്നായി പഠിച്ച് പരീക്ഷയ്ക്കൊരുങ്ങും മക്കളെ. ടീച്ചർ പിന്നെ വരാം. ശരി ടീച്ചർ. ഈശോയെ, അങ്ങയുടെ വിളിക്കനുസൃതമായി സ്വർഗത്തിൽ നിന്നോടൊപ്പമായിരുന്ന് എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്ന എൻ്റെ അപ്പച്ചൻ്റെയും രോഗാവസ്ഥയിലായിരുന്നിട്ടും എൻ്റെ എല്ലാ വളർച്ചയിലും കൂടെ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അധ്വാനിച്ച് എന്നെ ഞാനാക്കിയ എൻ്റെ അമ്മച്ചിയുടെയും ആഗ്രഹത്തിനനുസരിച്ച് ഞാനിതാ അങ്ങയുടെ മുൻപിലായിരിക്കുന്നു. അങ്ങയുടെ കരുണയുടെ കരം നീട്ടി എന്നെ കാത്തുകൊള്ളണേ. അമ്മേ മാതാവേ, അങ്ങയുടെ മാധ്യസ്ഥം എന്നോടൊപ്പം എന്നും ഉണ്ടായിരിക്കണമേ. ജെയിംസ് അച്ഛ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആ അമ്മച്ചി. ജെയിംസ് അച്ഛാ. അന്നമോളെ. അമ്മച്ചി, അച്ചാച്ചനും അമ്മച്ചിയും ആഗ്രഹിച്ചതുപോലെ ഇതാ അമ്മച്ചിയുടെ മകൻ ഒരു വൈദികനായി. അമ്മച്ചിക്ക് സന്തോഷമായില്ലേ അന്നമോളെ? ദൈവത്തിൻ വിളി കേട്ടു ഭവനത്തെ മറന്ന് ഇറങ്ങി വന്ന എന്റെ കഥ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ കടന്നുപോയ വഴികളിലൂടെ നടന്നു പോകുന്നവർ ഒരുപാടുണ്ടാകും തീർച്ച. ലക്ഷ്യത്തിൽ എങ്ങനെ എത്തിച്ചേരുമെന്ന് വിചാരിച്ച് പാതി വഴിയിൽ പകച്ചു നിൽക്കുന്ന ഒത്തിരി പേരുണ്ടാകും. എനിക്കൊന്നേ പറയാനുള്ളൂ, ഏത് പ്രതിസന്ധിയിലും തളരാത്ത ഉറച്ച ഒരു മനസ്സ് നമുക്ക് സ്വന്തമായി ഉണ്ടെങ്കിൽ അസാധ്യമായി ഒന്നും തന്നെയില്ല. വഴിപറച്ചിലുകളും കുറ്റപ്പെടുത്തലുകളും നമ്മുടെ ജീവിത സരണി മുന്നോട്ട്
വെട്ടിത്തെളിക്കുന്ന ആയുധങ്ങളായി കരുതുക. നമുക്ക് ജന്മം നൽകി പോറ്റി വളർത്തിയവരുടെ കണ്ണുകളിലെ പ്രതീക്ഷയുടെ ദീപനാളങ്ങൾ നാം ഒരിക്കലും തല്ലിക്കെടുത്തരുത്. ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വരും തലമുറയ്ക്ക് സാധിക്കട്ടെ.